നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മാവിനെ ധരിക്കുക. ധരിക്കുക എന്നുള്ളതെടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എൻഡ്യൂവോ എന്നാണ്. എൻഡ്യൂവോ എന്ന് പറഞ്ഞാൽ ടു സിങ്ക് ഇൻറ്റു, വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ധരിക്കണമെന്ന്. നിങ്ങൾ കപ്പലിനകത്ത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കപ്പലിൽ യാത്ര ചെയ്യാം. എന്നാൽ കപ്പൽ സഞ്ചരിക്കുന്ന സമുദ്രത്തിനകത്തുകൂടെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രം വ്യത്യസ്തമായിരിക്കണം. വിമാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. എന്നാൽ ശൂന്യാകാശത്തുകൂടി സഞ്ചരിക്കണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രം വ്യത്യസ്തമായിരിക്കണം. അതുപോലെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു വലിയ കാര്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ധരിക്കണം. കാരണം എൻ്റെ നാമവുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതും എന്നാൽ യഥാർത്ഥത്തിലുള്ളതുമായ ആത്മലോകത്തെയാണ് നിങ്ങൾ നേരിടുവാൻ പോകുന്നത്. അവിടെ നിങ്ങൾ നേരിടാൻ പോകുന്ന ആ ആത്മലോകത്തിലെ ദുഷ്ടാത്മാക്കൾ നിങ്ങളെയല്ല, നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണണം. കാരണം കർത്താവ് പോലും പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ശത്രുവിനെ ജയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ആകയാൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനെ ധരിക്കുന്നവരാവുക, ശത്രുവിനെ കീഴടക്കുക.